ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫ്രണ്ട് വി ഷേപ്പിലുള്ള ഒരു പെപ്ലം ടോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുന്നത്. ഇതിൻ്റെ ബോഡി മെഷർമെൻറ്റ് ചെയ്തിട്ടുള്ള ബേസിക് പാറ്റേൺ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഓരോ പാറ്റേണും പുതിയത് ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. മെഷർമെൻറ്റ് ടോട്ടൽ ലെങ്ത് ഞാൻ എടുത്തു 20 ഇഞ്ചസ്. അത് പാറ്റേൺ രണ്ടും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വേണ്ടാത്ത ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഞാൻ ഈ ഫ്രണ്ട് പാറ്റേണിൽ താഴത്തെ ഡാർട്ടിൽ കൂടി സ്ലാഷ് ചെയ്ത് ഷോൾഡർ ഡാർട്ട് ക്ലോസ് ചെയ്യുന്നു. ഈ ഡാർട്ട് ലെഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് ഫ്രണ്ട് പാറ്റേൺ, ഇത് ബാക്ക് പാറ്റേൺ. ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് ലൈൻ മാർക്ക് ചെയ്യുന്നു. ഞാനൊരു 4.5 ഇഞ്ചാണ് നെക്ക് ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ ബസ് പോയിൻ്റാണ്. അതിൽ നിന്ന് കണക്കാക്കിയിട്ടാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നത്. ഇതുപോലെ ഒരു വി ഷേപ്പ് കൊടുക്കുന്നു. നമ്മൾ ഷോൾഡറിൻ്റെ ഇത് മെഷർ ചെയ്ത് നോക്കിയാൽ കാണാം, ഞാൻ 1 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ പെപ്ലത്തിനുള്ള ഷേപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതുപോലെ വെച്ചിട്ട് ഇനി ആ താഴത്തെ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നും ചേരിച്ച് ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബസ് പോയിന്റിൽ നിന്നും ഏകദേശം ഒരു 3 ഇഞ്ച് താഴ്ത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതിന് വേണ്ടിയാണ് അങ്ങനെ നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ബസ്റ്റിൻ്റെ പൊക്കത്തിലോട്ടൊക്കെ കയറിപ്പോവാം. എന്നിട്ടിത് ബാക്കിൻ്റെ ഇതുപോലെ വരച്ച് നമുക്കിത് മാർക്ക് ചെയ്യണം. സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പെപ്ലത്തിന് വേണ്ട ഗാദേഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്ന നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തു. അത് ഇതുപോലെ സെൻറ്റർ ഫ്രണ്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് വയ്ക്കുന്നു. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ചെരിച്ച് തന്നെ ലൈൻ കൊടുക്കും. നമ്മുടെ ആ പാറ്റേൺ വെച്ചിട്ടാണ് ഞാനത് നീട്ടി വരച്ചിരിക്കുന്നത്. ഞാൻ ഈ ഗ്യാദേഴ്സ് എടുക്കുന്നത് ഡബിളായിട്ടാണ്. അതായത് കിട്ടിയിരിക്കുന്ന പാറ്റേണിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിളാണ് ഗ്യാദേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1¼ 1½ അല്ലെങ്കിൽ ഡബിൾ നമുക്ക് എടുക്കാം. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തിക്കായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഡബിൾ എടുക്കുന്നത്. ഇത് തിൻ കോട്ടനാണ്. അതേസമയം ഷിഫോൺ അങ്ങനെയൊക്കെ ആണെങ്കിൽ 3 ടൈംസ് വരെ എടുക്കാം. കുറച്ചുകൂടി തിക്ക് ഗ്യാദർ വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ലാഷ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാറ്റേൺ ഞാനത് സ്ലാഷ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട പെപ്ലത്തിന് ഗ്യാദേഴ്സ് റെഡിയാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഈ കാണുന്നത് പോലെ ചെയ്തിട്ട് ടേപ്പ് ഒട്ടിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ടോപ്പിൽ കാണുന്ന ഭാഗം ഓൺ ദ ഫോൾഡാണ്.
കാരണം അത് സെൻറ്റർ ഫ്രണ്ടാണ് ആ ഭാഗം. അത് മാർക്ക് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ബാക്ക് പീസ് എടുത്തു. അതിൻ്റെ പെപ്ലവും ഇതുപോലെ കട്ട് ചെയ്യുന്നതും ഡബിളിലാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എടുക്കുന്നത് അതുപോലെ തന്നെ വേണം ബാക്കിലും എടുക്കാൻ. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ബാക്ക് മാർക്ക് ചെയ്യുന്നു. അത് ഫോൾഡിലായിരിക്കും വയ്ക്കുന്നത്. അതായത് തുണി വെട്ടുമ്പോൾ നമ്മളത് മടക്കി വെച്ചിട്ട് ഫോൾഡിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് ലൈൻ മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞ ഫ്രണ്ട് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡറുകൾ തമ്മിൽ മാച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നെക്ക് ചെയ്യുന്നത്. അതായത് 1 ഇഞ്ച് ഡെപ്ത്ത് ബാക്ക് പോർഷന് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പാക്കാം ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഓൾട്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് പെർഫെക്റ്റ് പാറ്റേൺ ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഗ്യാദേഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണാം. അതായത് ഇതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ സ്ലീവിനെ സ്ലാഷ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നു. ആവശ്യത്തിന് എത്ര വേണം നമുക്ക് ഗ്യാദേഴ്സ് എന്ന് നമുക്ക് തന്നെ അതിൻ്റെ കൺട്രോൾ ഉണ്ടാകും. കാരണം നമുക്കിത് മെഷർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എത്ര വരുമെന്നുള്ളത്. ഇതിപ്പോൾ സെൻറ്ററിൽ നിന്ന് ബോത്ത് സൈഡ്സിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലെങ്ത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 17 ഇഞ്ചസ് ആണ് എനിക്ക് ലെങ്ത് വേണ്ട സ്ലീവിൻ്റെ. അപ്പോൾ അത് ടോപ്പ് സെൻറ്ററിൽ നിന്ന് താഴേക്ക് 17 ഇഞ്ചസ് ആണ് ഞാൻ എടുക്കുന്നത്. സ്ലീവ് ഓപ്പണിങ്ങിന് വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ആ കിട്ടുന്ന മെഷർമെൻറ്റ് നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് സൈഡ് സീംസ് ചരിച്ച് വരയ്ക്കാം. ബാക്കി അതേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അത് ഫോൾഡ് ചെയ്ത് മെറ്റീരിയൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് സെൻറ്റർ ഫ്രണ്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീം അലവൻസ് കൊടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ സൈഡിൽ 1 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഓൾട്രേഷനുള്ള സ്പേസ് ഉണ്ടാവും. ഇതുപോലെ ഷോൾഡറിൽ ഞാൻ 1 സെൻറ്റിമീറ്ററും ബാക്കി സൈഡിൽ 1/2 ഇഞ്ച് താഴെ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഈക്വലായിട്ട് വേണം നമ്മൾ സീം അലവൻസ് കൊടുക്കാനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും. അല്ലാന്നുണ്ടെങ്കിൽ പാറ്റേണിന് വ്യത്യാസം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് പെപ്ലം കട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഫ്രണ്ടാണ് എടുക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഫ്രണ്ട് ഇതുപോലെ ഫോൾഡിൽ വെച്ചിട്ട് അത് അലൈൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ ടോപ്പ് പോർഷനിൽ അതായത് ബോട്ടം ഞാൻ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്, അതായത് ഫോൾഡ് ചെയ്യാനുള്ളതുകൊണ്ട്. ടോപ്പ് പോർഷനിൽ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ബാക്ക് പീസും അതുപോലെ തന്നെ നമ്മൾ പെപ്ലം കട്ട് ചെയ്യുന്നത് അതും അതുപോലെ തന്നെ 1 ഇഞ്ചാണ് ബോട്ടം സീം അലവൻസ് കൊടുക്കുന്നത്. സൈഡിൽ 1/2 ഇഞ്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് സെൻറ്റർ ടോപ്പ് സെൻറ്ററിൽ നമ്മൾ നോച്ച് കൊടുക്കാൻ മറക്കരുത്. ഈ കാണുന്ന ഭാഗം ബാക്കാണ്, അപ്പോൾ 2 സ്ലീവിൻ്റെയും ബാക്കെന്ന് ഞാനത് മാർക്ക് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ബയാസ് ടേപ്പ് ഉണ്ടാക്കുന്നതാണ്, അതായത് ക്രോസ് പീസ്. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് ആണ് ഈ സ്കെയിലിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത് ഒരു 3-4 പീസസ് കട്ട് ചെയ്തെടുക്കുന്നു. ബയാസ് ടേപ്പ് ഞാനിതുപോലെ അറ്റാച്ച് ചെയ്തെടുത്ത് അതിനെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുന്നു. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് വീനക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് തയ്ച്ചു തുടങ്ങുന്നത്. ആ കോർണർ വരുമ്പോൾ ഒരു ഫോൾഡ് കൊടുത്തിട്ട്, അതായത് ഈ ബയാസ് ടേപ്പിൽ ഒരു ഫോൾഡ് കൊടുത്തിട്ട് വീണ്ടും ആ വി വരുന്ന കോർണറിൽ നിന്നും പൊക്കത്തിലേക്ക് തയ്ച്ചു വരുന്നു. അതിനുശേഷം നമുക്കാണ് അവിടെ ബോഡി സ്പാർട്ടിൽ ഒരു സ്ലിറ്റ് കൊടുക്കുന്നു. ആ വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു അണ്ടർ സ്റ്റിച്ച് കൊടുക്കുന്നു. ബയാസ് സ്റ്റെപ്പിനെ പുറത്തോട്ട് മടക്കി വെച്ചിട്ട് താഴത്തെ റോ എഡ്ജ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിടിച്ചിട്ട് കോർണർ വരെ തയ്ച്ചു വരുന്നു. നമുക്ക് കാണാം നമ്മുടെ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പ്ലെയിൻ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം വീനൊക്കെ ഫിനിഷ് ചെയ്യുന്നത് വീഡിയോ. ഇതിനകത്ത് അത്ര ക്ലിയർ അല്ല, പക്ഷേ സ്റ്റിൽ ഞാൻ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അണ്ടർ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതിനെ മടക്കി അയൺ ചെയ്യുന്നു. അതിനുശേഷം ഹാൻഡ് ഹെം ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിൻ്റെ ആ സെൻറ്റർ സ്ലിറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഒരു സിംഗിൾ പീസ് ബയാസ് ടേപ്പ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് തയ്ച്ച് വരുന്നു. അതിന് റോങ് സൈഡിലേക്ക് മടക്കമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഇതുപോലെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ആ സെൻട്രൽ പോർഷൻ എത്തുമ്പോൾ മെയിൻ ഫാബ്രിക്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പ്ലീറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാൻ പറ്റും. ചുളിവൊന്നുമില്ലാതെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാൻ പറ്റും. നിങ്ങൾക്ക് കാണാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ റോ എഡ്ജിനെ മടക്കി
റോ എഡ്ജ് മറഞ്ഞു പോകത്തക്ക വിധം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ക്കാം. ആ കോർണർ വരുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ബാക്ക് സ്റ്റെപ്പ് എടുത്ത് അതിൻ്റെ ബാക്കി നെക്ക് ഭാഗമാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അതുപോലെ അത് ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് സ്റ്റെപ്പ് കൊണ്ട് ചെയ്തു വരുന്നു. ഇത് കാണാൻ ഞാൻ ഈ ചെയ്തിരിക്കുന്ന കണക്ക് അകത്തേക്ക് മടക്കി സ്റ്റിച്ചിടുന്നു. ഇത് അതുപോലെ തന്നെ തിരിച്ചിടുമ്പോൾ നമുക്ക് കാണാം റോ എഡ്ജ് മറഞ്ഞു പോയി. ഇനി ഇതും ഇതുപോലെ തന്നെ അണ്ടർ സ്റ്റിച്ച് കൊടുത്തിട്ട് അകത്തേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഭാഗത്ത് ഹുക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ലൂപ്പോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലീവിന് ഗ്യാദേഴ്സ് ഇടുന്നതാണ്. അതിന് വേണ്ടി 2 റോ സ്റ്റിച്ചസ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും നമ്മൾ നൂല് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഗ്യാദേഴ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഗ്യാതറിങ് ചെയ്ത് കഴിയുന്ന സ്ലീവ് നമ്മുടെ ആം ഹോളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണമെന്ന്. പിന്നെ അതുപോലെ തന്നെ 2 സ്ലീവിലും ഈക്വലായിട്ട് വേണം ഗ്യാദേഴ്സ് വരാനായിട്ട്. അതായത് സിമെട്രിക്കലായിട്ട് വരത്തക്ക വിധം വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് ഞാൻ പെപ്ലത്തിൻ്റെ സ്കേർട്ട് ഭാഗത്ത് ഗ്യാതറിങ് വരുത്താൻ വേണ്ടി 2 റോ സ്റ്റിച്ചസ് ഇടുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി വേണം ചെയ്യാൻ. 3.5 4 ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്, കാരണം ഇത് റിമൂവ് ചെയ്യാനുള്ളതാണ് ലേറ്റർ ഓൺ. 2 റോ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ഇൻവെർട്ടഡ് വി വരുന്ന സ്ഥലത്ത് ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് ആണ് 2 റോസ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഷേപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബാക്ക് പീസിൻ്റെ സ്കർട്ട് പോർഷൻ എടുത്തിട്ട് അതുപോലെ തന്നെ 2 റോസ് ഗ്യാതറിങ് സ്റ്റിച്ചസ് ഇട്ടിട്ട് അതതിൻ്റെ ടോപ്പ് പോർഷനുമായിട്ട് അതുപോലെ അറ്റാച്ച് ചെയ്യുന്നു. ഗ്യാദേഴ്സ് നമുക്ക് നൂല് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ അടിവശവും ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഓവർലാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓവർലാക്ക് ചെയ്യാം. പിന്നെ ഗ്യാതറിങ് സ്റ്റിച്ചസ് അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇനി നമുക്ക് അടുത്തായി ചെയ്യുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസസ് ഇതുപോലെ ഷോൾഡർ ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം ഓവർലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാം നല്ല നീറ്റ് ഫിനിഷിംഗ് ഉണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഗ്യാതറിങ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവിൻ്റെ സെൻറ്റർ ടോപ്പ് പോർഷനും ഷോൾഡറിൻ്റെ ജോയിനും തമ്മിൽ ഇതുപോലെ വെച്ച് പിൻ ചെയ്തിട്ട് തയ്ക്കാം.
ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തുള്ള ഇലാസ്റ്റിക്കിന് വേണ്ടിയുള്ള കേസിംഗ് ആണ് തയ്ക്കുന്നത്. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കുന്നു. ഇലാസ്റ്റിക് അതിന് ശേഷം ഇതുപോലെ കയറ്റിയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടാണ് രണ്ട് സൈഡും കൂടെ യോജിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് തയ്ച്ചിങ്ങനെ കൊണ്ടുവന്ന് സൈഡ്സ് തമ്മിൽ യോജിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓവർലോക്ക് ചെയ്ത് പിന്നെ നെക്ക് ബാക്ക് നെക്കിൻ്റെ ഹുക്ക് ആൻഡ് ഐയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സെവിങ്.